തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ്. ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം. കഴിയുമോ നിങ്ങൾക്കതിന് അപ്പോഴേ മുത്തുനബി തങ്ങൾ ഖൽബിലേക്ക് വരൂ. ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരൊറ്റ അന്യപെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ, സംസാരിക്കാതെ, കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം. ഹറാമാണ് സഹോദരാ, ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ്. ഈ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം, ഈ സംസാരിക്കുന്നത്, ഈ കുശലാന്വേഷണം പറയുന്നത്, കൊഞ്ചിക്കുഴയുന്നത്, ചാറ്റിങ് നടത്തുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം. അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ നിന്റെ മനസ്സിൽ ഹറാമിനെ പറ്റി നിസ്സാരവൽക്കരിച്ചു. ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു. ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ? നീ മുർത്തദ്ദാണ്. ദീനിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ്. മുർത്തദ്ദിന്റെ സങ്കേതം സ്വർഗമല്ല, നരകാഗ്നിയാണ്. മുർത്തദ്ദായവർ കിടക്കുന്നത് നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് കല്യാണമാണെങ്കിലും ശരി, സൽക്കാരമാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, റബ്ബ് തആല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല. പാടില്ല, അങ്ങനത്തെ ഒറ്റ വിഷയവും പാടില്ല. അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതിന് കഴിവ് വേണം, പ്രാപ്തി വേണം. അവിടെയാണ് നമ്മൾ ഈമാൻ ജ്വലിക്കേണ്ടത്. സഹോദരിമാരോട് പറയട്ടെ, എവിടെയാണ് ഈമാൻ ജ്വലിക്കേണ്ടത്? അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത്. വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉംറക്കും പോകും പോലെ ഹജ്ജിനും ഉംറക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉംറയും ചെയ്തിട്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തേ പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തോണ്ടാ? മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് റൂട്ട് അറിയാത്തത് കൊണ്ടാ? സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ?